നമസ്കാരമുണ്ട്. ഐ വുഡ് ലൈക്ക് ടു ഇൻട്രൊഡ്യൂസ് യു ഗൈസ് ഒരു കൂറ സോംബി ഫിലിം. വൈ ഇറ്റ്സ് കൂറ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ബുദ്ധിജീവികൾക്ക് അത്ര ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. ബുദ്ധിജീവികളെന്ന് അഭിനയിക്കുന്നവർക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ടാകും. കാര്യം ഞാനും കുറച്ച് നാൾ സിനിമാ ബുദ്ധിജീവി ഞാനും കുറച്ച് നാൾ സിനിമാ ബുദ്ധിജീവി ആകാൻ വേണ്ടി നടന്നാണ്. പക്ഷേ നടന്നില്ല, ചീറ്റിപ്പോയി. ഒന്നും മനസ്സിലാവാത്ത ഒരുപാട് സിനിമകൾ ഞാൻ ഇരുന്ന് കണ്ടു. എന്നിട്ടും മനസ്സിലാവാത്ത സബ് ടൈറ്റിലിട്ട് കണ്ടു. എന്നിട്ടും മനസ്സിലാവാത്ത കൂട്ടുകാരുടെ അടുത്ത് ചോദിച്ചു, മനസ്സിലാക്കി. ഇത്രയും കഷ്ടപ്പെട്ട് എന്തിനാണ് ഒരു സിനിമ കാണുന്നതെന്ന് പിന്നെ ഞാൻ ചിന്തിച്ചു. അങ്ങനെ ഞാൻ സിനിമ ബുദ്ധിജീവിക ആകുക എന്നുള്ള എൻ്റെ ആ ഒരു ലക്ഷ്യം ഞാനങ്ങ് ഉപേക്ഷിച്ചു. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ മനസ്സിലാവുന്ന പോലത്തുള്ള ചെറിയ അല്ല IMDb 4.5 അല്ലെങ്കിൽ 5 അങ്ങനെയൊക്കെയുള്ള ചെറിയ റേറ്റിംഗ് കൊടുത്തിട്ടുള്ള സാധാരണക്കാർക്ക് ഇംഗ്ലീഷ് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഇംഗ്ലീഷുള്ള അല്ലെങ്കിൽ വിഷ്വൽ കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഇംഗ്ലീഷ് സിനിമകൾ കാണുന്നു. അതിനെപ്പറ്റി 2 വാക്ക് നിങ്ങളോട് പറയുന്നു. അങ്ങനെ ഞാൻ കണ്ട ഒരു സോംബി ഫിലിമാണ്. കഥ എന്താണെന്ന് പറയാം, നമുക്ക് വലിയ ഇംഗ്ലീഷിൻ്റെ ഒന്നും ആവശ്യമില്ല, കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതാണ് കഥ. അങ്ങനെയുള്ള സാധനങ്ങൾ അല്ല, ചിന്തിച്ച് പോയിക്കുന്ന സാധനമൊന്നും പറയാൻ എനിക്കറിയത്തുമില്ല, പറയാൻ എനിക്ക് താല്പര്യമില്ല. സോ ഈ കഥ നടക്കുന്നത് വീണ്ടും അമേരിക്കയിലെ ഒരു കൊച്ചു ഗ്രാമത്തിലാണ്. അവിടെ ഹൈസ്കൂളിൽ പഠിക്കുന്ന 3 വിദ്യാർത്ഥികൾ. അവർ നമ്മുടെ നാട്ടിൽ മറ്റേ NCC സ്കോട്ടൊക്കെ ഇല്ലേ, അതുപോലെ അതിൽ സ്കോട്ടിലുള്ള പിള്ളേരാണ് കേട്ടോ. 3 പേർ. അതിൽ 2 പിള്ളേർക്ക് സ്കോട്ടിൽ നിൽക്കാൻ വലിയ താല്പര്യമില്ല. സോ അവരെന്ത് ചെയ്യുന്നു, അവർ സ്കോട്ടിൽ നിന്ന് വിട്ടുപോകാനുള്ള തീരുമാനം എടുക്കുന്നു. പക്ഷേ ഇതാ 3-മനായ പയ്യൻ അറിയില്ല. സോ അവനോട് ഇത് പറയാൻ വേണ്ടി തന്നെ അവരുടെ ലാസ്റ്റ് ക്യാമ്പ് നടക്കുന്ന സമയത്ത് ഇവർ ഒരു കാട്ടിനകത്ത് ക്യാമ്പ് നടക്കുകയാണ്. അപ്പോൾ ഇവരിങ്ങനെ കാട്ടിൽ പോകുന്ന വഴിക്ക് കുറച്ച് അസ്വാഭാവികമായ കാര്യങ്ങളൊക്കെ ഇവർ കാണാൻ ഇടയാകുന്നുണ്ട്. സോ സോംബി ഓൾറെഡി ഇറങ്ങിക്കഴിഞ്ഞു. പോകുന്ന വഴിക്ക് തന്നെ അവരുടെ ഒരു ഫ്രണ്ട് സർക്കിൾ എന്ന് പറയാൻ പറ്റില്ല, പരിചയമുള്ളവർ അവരൊരു പ്രൈവറ്റ് പാർട്ടിക്ക് വിളിക്കുന്നു. അതുവരെ ഉടായ്പ പരിപാടിയാണ്, അത് പോട്ടെ. സോ അതൊക്കെയാണ് കഥയുടെ ഒരു പ്ലോട്ടിങ്ങിനാണ്. അപ്പോൾ ഇവർ നാട് വിട്ട് കാട്ടിൽ പോകുന്നു. ക്യാമ്പ് നടക്കുന്നുണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവരവിടെ സോംബിയെ കാണുകയും സോംബി അറ്റാക്കുകളെ നേരിടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ തിരിച്ച് നാട്ടിൽ ചെല്ലുമ്പോൾ ഫുൾ കലാസ്, അവിടെ ഫുൾ സോംബിയുടെ കള്ളിയാണ്. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന കഥയാണിത്. സിമ്പിളാണ് കേട്ടോ, പക്ഷെ ഭയങ്കര ചിൽഡാണ്, നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. കോമഡിയാണ്, ചില്ലായിട്ട് കാണാം. സോംബി ലാൻഡ് എന്ന് പറയുന്ന സിനിമയുണ്ട്. ആ സിനിമയുടെ ആ ഒരു സിനിമയുടെ ഒരു സ്റ്റൈല് പിടിക്കാൻ നോക്കിയതാണ്. പക്ഷെ അത്രയ്ക്ക് അങ്ങോട്ടൊത്തില്ല, പക്ഷേ ഒപ്പിക്കാം, കാണാം. അതാണ് ഇതിൻ്റെ ഒരു കഥാ പശ്ചാത്തലം. പിന്നെ അവിടെ വെച്ച് അവരൊരു വളരെ ഹോട്ട് ചിക്കനെ കാണാൻ ഇടയാകുന്നുണ്ട്. റിയലി ഷീസ് എ ബാഡ് ആസ് വിത്ത് ഷോർട്ട് ഗൺസ്, ഇങ്ങനെയൊക്കെ ഇംഗ്ലീഷ് പറഞ്ഞാലേ ശരിയുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ ഒരു പെൺകുട്ടിയെ കാണുന്നു. പിന്നെ അവർ നടത്തുന്ന പരിപാടികൾ ക്ലൈമാക്സിലോട്ട് പോകുന്നു. പിന്നെ ഒരു ഫുൾ ഫൈറ്റ് സീൻ അറിയാമല്ലോ, ആസ് യൂഷ്വൽ സോംബി കോമഡി മൂവിയിലെ എല്ലാ എലമെൻസും ഉണ്ട്, ചിരിക്കാനുള്ള വകയുണ്ട്. നമ്മൾ വളരെ ചില്ലായിട്ടിരിക്കുമ്പോൾ കാണാൻ പറ്റിയൊരു സിനിമയാണിത്. സിനിമയുടെ പേര് സ്കോട്ട്സ് ഗൈഡ് ടു ദ സോംബി അപ്പോക്കാലിപ്സ്. കണ്ടിട്ടില്ലാത്തവർ കാണുക, കണ്ടിട്ട് കമൻറ്റ് രേഖപ്പെടുത്തുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന പരിഗണിക്കുക. ടേക്ക് കെയർ.